കഷ്ടത തന്മടുവിലെനിക്കായി പ്രിയൻ ഒരുക്കുന്നു പ്രതിഫലം ദിനവും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 34 സങ്കീർത്തനം അതിൻ്റെ 17 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വചനഭാഗമാണ്. പ്രത്യേകിച്ച് അനുഭവത്തിലൂടെ പോകുന്നവർക്കും ഈ വചനം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. കഷ്ടതയുടെ നടുവിലാണ് നമ്മളെല്ലാവരുമെങ്കിലും വിടുതൽ തരുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ടല്ലോ. കഷ്ടത വരുമ്പോഴും എന്തിനാണ് ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നോ, ഞാൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഈ നിന്ന കേൾക്കുന്നത്, ഈ കഷ്ടം അനുഭവിക്കുന്നത്, ഇതിനൊക്കെ ഇത്രമാത്രം അനുഭവിക്കാൻ ഞാൻ എന്താ ചെയ്തത്, ഇങ്ങനൊരു ചോദ്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് മനസ്സിൽ ഒരിക്കലും ഉണ്ടാവരുത്. കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്ന വചനം എത്രയോ സത്യം. കഷ്ടതയുടെ നടുവിലൂടെയാണ്, പക്ഷെ ജീവിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഇത് വിശ്വാസികൾ മാത്രം പോകുന്നൊരു വഴിയാണ് ദൈവമക്കളെ. അവിശ്വാസികൾ ആ വഴി വരികയല്ല. സ്തോത്രം, ഹല്ലേലൂയ. മുന്നിൽ ചെങ്കടല്, പിന്നിലെ ശത്രു സൈന്യം. ദൈവമക്കളെ, പോകാൻ മറ്റൊരു മാർഗമില്ല. എന്നാൽ വിളിച്ചവൻ കൂടെയുണ്ടെങ്കിൽ പുതിയ വഴി തുറന്നു തരുന്നവൻ നമ്മുടെ കൂടെയാണ്. സ്തോത്രം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ അത്ഭുതവും അതിശയമായിട്ട് തന്നെ നടത്തും. തളരാതിരുന്നാൽ മതി. നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കാതിരുന്നാൽ മതി. ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് അവർക്കങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, നമുക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്കൊരിക്കലും വരില്ല. എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അധികം ആയിരിക്കും നമുക്ക്. കഷ്ടം സഹിക്കാനുള്ള വരം കൂടെ കൂടുതൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ, ആമേൻ, സ്തോത്രം, സഹിക്കുന്നവൻ കൂടെ വാഴും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. എങ്കിലും നീതിമാന്മാരുടെ യാത്ര ദൈവമക്കളെ ആരും പോകാത്തൊരു വഴിയാത്രയും കൂടെയാണ്. അതെ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ആമേൻ, സ്തോത്രം. നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം കൂടെയല്ലേ. അതുകൊണ്ട് കഷ്ടത തന്ന ദൈവത്തോട് നന്ദി പറയാം. കാരണം അതിലൂടെ കഷ്ടത വന്നതെനിക്ക് ഗുണമായി എന്ന് നമുക്ക് കേൾക്കാനിടയാവുന്നല്ലോ. ഒരു രോഗമാണ് എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് എത്തിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് അതൊരു വഴിയായി എനിക്ക് തുറന്നു തന്നതാണ്. ഇതുപോലെ എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. വചനത്തെ നമ്മൾ നോക്കിയാൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന വചനം. എന്നാൽ ലോകത്തിൻ്റെ വാക്കുകളെ നമ്മൾ നോക്കിയാൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നേ എല്ലാവരും പറയുള്ളൂ. എന്നാൽ ദൈവമക്കളെ, തകർന്നവരെ രക്ഷിക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെയാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്ന മനസ്സ്, സ്തോത്രം, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത നല്ല ദൈവത്തിന് നന്ദി പറയാൻ തക്കവണ്ണം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇതുവരെ നടത്തിയ സകല നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് കഷ്ടതയുടെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ദൈവമക്കളെ, വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയ്ക്ക് മുടക്കമില്ല, ദേവസ്വം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സാക്ഷ്യം പറയുന്നു, പാടുന്നു, പ്രവർത്തിക്കുന്നു, ഒക്കെ ശരിയാണ്. എന്നാലും നമ്മളെ പിന്തുടരുന്നത് കഷ്ടതയേറെയുണ്ട്.
എങ്കിലും ഈ കഷ്ടതയാണ് ദൈവമക്കളെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത്. സ്തോത്രം. തകർന്നിരുന്ന സമയത്തൊക്കെ ആശ്വാസകനായി നമ്മുടെ കൂടെ വന്നില്ലേ? ആമേ സ്തോത്രം. നമ്മളെ കൈപിടിച്ച് മഹത്വത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കണമേ. കർത്താവെ, ആരാധന കൂടുന്ന സമയത്തും കർത്താവെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും കർത്താവിന് വേണ്ടി പാടുമ്പോഴും കർത്താവിന് വേണ്ടി ഉപകരണങ്ങൾ വായിക്കുമ്പോഴും കർത്താവെ അവിടുത്തെ സന്നിധിയിലെ കുടുംബമായിട്ട് ആരാധന കൂടുമ്പോഴും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം കടന്നു വരുമ്പോൾ അപ്പോഴും മനസ്സ് തളർന്നു പോകാതെ താങ്ങി നടത്തുന്ന ദൈവം കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്ന കർത്താവെ, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ പൊന്നു തമ്പുരാനെ, കഷ്ടതയുടെ സമയത്തും സങ്കടത്തിൻ്റെയും വേദനയുടെ ഒക്കെ നടുവിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗീയ പിതാവേ, ആ നാമം ഞങ്ങൾക്കും ഏറ്റുപാടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. മഹാകഷ്ടതയുടെ നടുവിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിൻ്റെ മക്കളുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ദൈവം അവിടുന്ന് കാത്തു പരിപാലിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം, കഷ്ടതയുടെ നടുവിൽ എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സാക്ഷ്യം പറയാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. യേശുവേ സ്തോത്രം.